ഒരു ഇറ്റാലിയൻ സ്റ്റൈൽ പുൽക്കൂടുണ്ടാക്കിയാലേ തവണ. അത് നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയൊരു പലക വേണം. ഇനി നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ പല സൈസിൽ ഒരു ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്യണം. ഈ ടിവിയുടെ ഫ്രിഡ്ജിൻ്റെ ഒക്കെ മനസ്സിലായി കിട്ടുന്ന വേസ്റ്റ് തെർമോക്കോളില്ലേ, അപ്പോൾ നമ്മളിത് ഇങ്ങനത്തെ തെർമോക്കോളൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു ലാൻഡ്സ്കേപ്പ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പ്ലാസ്റ്റർ പാരിസ് വേണം, കുറച്ച് വെള്ളം വേണം, പിന്നെ മിക്സ് ചെയ്യാനുള്ളൊരു പാത്രം വേണം. അപ്പോൾ പ്ലാസ്റ്റർ പാരിസ് കുഴക്കണൊക്കെ മുമ്പ് ഗ്ലൗസ് ഇടുന്നത് നല്ലതാണ്. നമുക്ക് കൈ കഴുകണ്ട, പിന്നെ ചിലർക്ക് ഈ സാധനം അലർജിക്കാണ്, അപ്പോൾ കൈയൊക്കെ പൊള്ളും. പിന്നെ ഉണ്ടല്ലോ ഇടയ്ക്ക് നമ്മൾ കുറച്ച് സ്റ്റെപ്പൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനിങ്ങനത്തെ തെർമോക്കോളിൻ്റെ പീസുകളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ പോലെ വെച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സംഭവം ഏകദേശം കുറച്ചിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ ഈ ഒരു ഏരിയയിൽ കുറച്ച് പൊങ്ങി നിൽക്കുന്ന ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു ബിൽഡിങ് സെറ്റ് ചെയ്യാം. ഇങ്ങനത്തെ ഇത്തിരി പഴയ ഒരു തെർമോക്കോളിൻ്റെ പീസാണ് ഉപയോഗിക്കണേ. ഒരു ചെറിയ വാതിൽ കട്ട് ചെയ്തെടുക്കണേ കറുത്ത്. അടുത്തത് നമുക്കുണ്ടല്ലോ ഈ സോൾഡറിങ് അയൺ വെച്ചിട്ട് ഈ സാധനം ഒന്ന് കല്ലിൻ്റെ ഷേപ്പൊക്കെ ചെയ്തെടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചാൽ മതി. ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് ലൈൻ പോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. സംഭവം ഷേപ്പ് തന്നെ കിട്ടും. ഭിത്തി മൊത്തം ജസ്റ്റ് ഇങ്ങനെ പ്ലാസ്റ്റർ ഒന്ന് തൂത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കല്ലിൻ്റെ ടെക്സ്ചർ ഇട്ട് നമുക്ക് ഈ താഴത്തെ പ്ലാസ്റ്ററിലുണ്ടല്ലോ കുറച്ച് ഇങ്ങനത്തെ കല്ലിൻ്റെ ടെക്സ്ചറൊക്കെ വരച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ സ്ട്രക്ചറിൻ്റെ പരിപാടി മൊത്തം കഴിഞ്ഞു. അടുത്ത പെയിൻറ്റിംഗ് ആണ്. ഞാൻ ഉപയോഗിക്കുന്നത് ബ്രൗൺ, യെല്ലോ, ബ്ലാക്ക്, ഇതൊരു പീച്ച് കളറാണ്. അപ്പോൾ നമ്മുടെ പുൽക്കൂടൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. പെയിൻ്റ് അടിച്ചൊക്കെ ഉണങ്ങി. അപ്പം ഈ ഡോറ് വെട്ടി ഈ പീസ് തന്നെ ഉപയോഗിക്കണേ. അപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് വെച്ച് കഴിയുമ്പോൾ കറക്റ്റ് ആ ഡോറിൻ്റെ സെറ്റപ്പിലോട്ട് ഇരുന്നോളൂ. നമ്മുടെ ഡോറിൻ്റെ സംഭവം ഏകദേശം റെഡി ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഏരിയയിൽ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു കുറച്ച് മേൽക്കൂരകളും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് കോലിൻ്റെ കഷ്ണങ്ങളൊക്കെ വേണം. അപ്പോൾ നമുക്ക് സൈസൊക്കെ നോക്കിയിട്ട് മുറിക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറച്ച് മരത്തിൻ്റെ തൊലിയാണ്. അപ്പോൾ നമുക്കിത് മേൽക്കൂരയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഡോർ സെറ്റ് ചെയ്യാം. ഇതിനകത്ത് കുറച്ച് പച്ചപ്പും ഹരിതാപവും അങ്ങനത്തെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റപ്പുകളൊക്കെ വേണം. അപ്പോൾ നമ്മുടെ പൂപ്പലായൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം എവിടെയെങ്കിലും വെച്ച് നോക്കാം. നമുക്കുണ്ടല്ലോ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിലുകൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഭംഗി കുറച്ചുകൂടി എക്സ്ട്രാ. അപ്പോൾ നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഈ പഴയ തെർമോക്കോളിൻ്റെ പീസുകളില്ലേ, ഇങ്ങനത്തെ വലിയ സൈസ് ഉണ്ടെങ്കിൽ നൈസായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പീസുകളൊക്കെ പറ്റിയിട്ട് നമുക്ക് കുടങ്ങൾ പിന്നെ എന്നിട്ട് അങ്ങനത്തെ കുറച്ച് കണവണ സാധനങ്ങൾ ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ നമ്മളിതേ ഇങ്ങനത്തെ തെർമോക്കോൾ വെച്ചിട്ട് ഇങ്ങനത്തെ കുഞ്ഞ് കുറച്ച് കുടങ്ങളൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ചെയ്യാം. നമ്മുടെ കുടങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഉറപ്പിക്കാം. നമുക്ക് ഈ ചെറിയ കുടങ്ങളൊക്കെ ഇല്ലേ ഈ മേളിൽ നമ്മളുണ്ടാക്കി വെച്ചാണ് ഈ ഒരു പൊളിഞ്ഞ ഷെൽഫിൽ വയ്ക്കാം. കുടങ്ങൾ വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടിയും സെറ്റായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇങ്ങനത്തെ കുറച്ച് അറക്കപ്പൊടി വേണം. അപ്പോൾ നമുക്ക് ഈ മൂലയ്ക്ക് കൊണ്ടുവന്ന് ഇടാം. ഇനി നമുക്ക് ലൈറ്റ് വയ്ക്കാം. ലൈറ്റ് നമുക്കിത് ഈ ഒരു ഗ്യാപ്പിൽ സെറ്റ് ചെയ്യാം. ഉണ്ടല്ലോ ലൈറ്റ് ഈ ഒരു ഗ്യാപ്പിൽ കൂടെ അകത്തേക്ക് വെച്ചിട്ട് ലൈറ്റുകളൊക്കെ പുറമേലേക്ക് കാണാൻ സാധ്യതയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യണം. ഇങ്ങനത്തെ കുറച്ച് പലകകളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ ഈ ഗ്ലൂഗൺ വെച്ച് ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു തെളിഞ്ഞ് നിൽക്കണത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ലാസ്റ്റായിട്ട് ഒന്ന് ടച്ചപ്പൊക്കെ ചെയ്ത് സെറ്റാക്കാം. കുറച്ച് ഇങ്ങനെ പടർന്ന് കയറിയിരിക്കണ പോലത്തെ ചെടികളൊക്കെ കൊടുക്കാം. നമ്മുടെ പുൽക്കൂടിൻ്റെ പരിപാടി മൊത്തം കഴിഞ്ഞു. ലൈറ്റൊക്കെ ഇട്ടു, ഡീറ്റെയിലൊക്കെ ചെയ്തു, സംഭവം സെറ്റാണ്. ഇനി അത് സ്റ്റാച്ചു മാത്രം വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ സ്റ്റാച്ചു വെക്കണേക്ക് മുമ്പുള്ള അതിൻ്റെ ലുക്ക് ഇതാണ്. നമ്മുടെ കയ്യിലുള്ള സ്റ്റാച്യൂസൊക്കെ ഇതാണ്. അത്യാവശ്യം നല്ല ഡീറ്റെയിലുള്ള നല്ല അടിപൊളി സ്റ്റാച്യൂസ് കേട്ടോ. നമുക്കുണ്ടല്ലോ ഓരോന്ന് അറേഞ്ച് ചെയ്യാം. ആദ്യം നമുക്ക് ഔസപിതാവിനെ വയ്ക്കാം, പിന്നെ നമുക്ക് മാധവനെ വയ്ക്കാം, ഉണ്ണീശ്വരനെ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയ സെറ്റായിട്ടുണ്ട് കേട്ടോ. മാലാഖേനെ മുകളിൽ വയ്ക്കാം. അടുത്ത നമ്മുടെ രാജാക്കന്മാരെ വയ്ക്കാം. ഈ രാജാവിനെ നമുക്ക് ഈ ഭാഗത്ത് വയ്ക്കാം. അടുത്ത രാജാവ് ഇതാണ്. ഈ രാജാവിനെ നമുക്ക് ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ വയ്ക്കാം. മൂന്നാമത്തെ രാജാവ് ഇവിടെ കേട്ടെ. ഇനി നമ്മുടെ ആട്ടിടേൻ്റെ ഇതാണ്. അപ്പോൾ ആട്ടിടേനെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഈ പുല്ലിനകത്ത് നിൽക്കണ പോലെ വയ്ക്കാം. പശുവിനെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വയ്ക്കാം. ഒട്ടകം ഇവിടെ ഇരിക്കട്ടെ. ഈ ആടിനെ നമുക്ക് ഈ പുല്ലിനകത്ത് വയ്ക്കാം. നമ്മുടെ സ്റ്റാച്യൂസൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടാ. ഒരു ഇറ്റാലിയൻ സ്റ്റൈല് ഭയങ്കര സിമ്പിളായിട്ട് മേക്ക് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പുൽക്കൂട്. അപ്പോൾ നമ്മുടെ ചാനൽ വേറെയും ഒരുപാട് വെറൈറ്റി പുൽക്കൂടുകൾ എടുക്കുന്നുണ്ട്. പല തീമിലുള്ളത്, പല വെറൈറ്റി സാധനങ്ങൾ. അപ്പോൾ കയറി നോക്കുക. ഏത് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ക്രിസ്മസ്.